നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച് 14 വയസ്സുകാരൻ മരണപ്പെട്ടപ്പോൾ മതാചാരപ്രകാരം കുട്ടിയുടെ മൃതദേഹം കബറടക്കാൻ നിയോഗിതനായ പെരിന്തൽമണ്ണ നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ നാടിന്റെ അഭിമാനമായി മാറുകയാണ്. വടകര മണിയൂർ സ്വദേശിയായ CK വത്സൻ കോവിഡ് കാലത്ത് കർമ്മമണ്ഡലമായിരുന്ന കോഴിക്കോട് ജില്ലയിൽ 700ഓളം ആളുകളെ മതാചാരപ്രകാരം സംസ്കാരം നടത്തിയ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ തലവനായിരുന്നു. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് സ്വദേശിയായ 14കാരൻ നിപ ബാധിച്ച് മരണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. ഫുട്ബോൾ താരമാവാൻ സ്വപ്നം കണ്ട പന്തലൂർ സ്കൂളിലെ വിദ്യാർത്ഥിയായ 14കാരന്റെ പരിശീലന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തു വന്നതോടെ കുട്ടി കേരളത്തിന്റെ തീരാ നോവായി മാറി. മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം ഖബറടക്കം ചെയ്യാൻ നിയോഗിതനായത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ CK വത്സനായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ദൗത്യം ഏറ്റെടുത്തത്. കേരളത്തിൽ കോവിഡ് വ്യാപനം തുടങ്ങിയപ്പോൾ തന്റെ കർമ്മമണ്ഡലമായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ CK വത്സന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് ടീം രൂപീകരിച്ച് ആ ടീമിന് കോവിഡ് ബാധിതരെ സംസ്കരിക്കാനുള്ള പരിശീലനം നൽകിയിരുന്നു. പിന്നീട് ആ ടീമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ സംസ്കാരം നടത്തിയത്. ടീം ലീഡറായിരുന്ന CK വത്സന്റെ നേതൃത്വത്തിൽ 700ഓളം ആളുകളെയാണ് കോഴിക്കോട് ജില്ലയിൽ സംസ്കരിച്ചത്. ഓരോ മതങ്ങളുടെയും ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണെന്ന് CK വത്സൻ പറയുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ടീമിലുണ്ടായിരുന്നതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർ മരണപ്പെട്ടാലും അവരുടെ മതാചാരപ്രകാരം അടക്കം ചെയ്യാൻ സാധിച്ചിരുന്നുവെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ട് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് നിപ ബാധിച്ച് മരിച്ച പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിയുടെ മൃതദേഹം ഖബറടക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തതെന്നും CK വത്സൻ പറഞ്ഞു. ഖബറടക്ക ചടങ്ങുകൾക്ക് പുറപ്പെടുന്നതിനു മുൻപ് ചാനൽ 10 ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ 2019 കാലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്താണ് വലിയ പാൻഡമിക്കായ കോവിഡ് മഹാമാരിയുടെ വലിയ വ്യാപനം നമ്മുടെ രാജ്യം മൊത്തം നേരിട്ടത്. ആ സമയത്ത് പെട്ടെന്നുള്ള ഈ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അന്നത്തെ സെക്രട്ടറി ബിനു ഫ്രാൻസിസ്, ഇന്നത്തെ IAS ആണ്, അതുപോലെ തന്നെ ഡോക്ടർ ഗോപകുമാർ ഹെൽത്ത് ഓഫീസർ, അടിയന്തരമായി ഹെൽത്ത് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രോട്ടോകോൾ എൻഷുർ ചെയ്യലൊക്കെയായിരുന്നു ജോലി. പിന്നീടാണ് അതിശക്തമായ വ്യാപനം. അങ്ങനെയാണ് ആദ്യത്തെ മരണം കോഴിക്കോട് സംഭവിക്കുന്നത്. 4 മാസം പ്രായമുള്ള കുട്ടിയെ കോവിഡ് കാരണം മരണപ്പെടുന്നു. ഉടനെ ഹെൽത്ത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി പെട്ടെന്ന് മാറുന്നു. ആദ്യത്തെ മൃതദേഹ സംസ്കരണം നടക്കുന്നു. പിന്നീട് ആ ജില്ലയിലെ മുഴുവൻ കോവിഡ് ബോഡി മാനേജ്മെൻറ്റിനും ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്നും എല്ലാ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കോവിഡ് ബോഡി ഏറ്റുവാങ്ങുന്നു. ഞങ്ങളുടെ സ്ക്വാഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഹിന്ദു മുസ്ലിമും അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും അടങ്ങിയ ആർക്കും മതസംസ്കാര ചടങ്ങിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഡായിരുന്നു. സ്ക്വാഡിൽ പ്രമോദ്, ഡെയ്സൺ, ഷമീർ, ബിജു ജയറാം, ബോബിഷ് എന്നീ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ സ്ക്വാഡിൻ്റെ ലീഡർ ഞാനായിരുന്നു. 2020 വടകര നഗരസഭയിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ CK വത്സൻ പെരിന്തൽമണ്ണ നഗരസഭയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. 2020 കോവിഡ് ബാധിച്ച് മരിച്ച 4 വയസ്സുള്ള കുട്ടിയുടെ സംസ്കാരം നടത്തിയത് CK വത്സന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. 2021 കോഴിക്കോട് നിപ ബാധിച്ച് മരിച്ച 12 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം മതാചാരപ്രകാരം ഖബറടക്കിയതും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. മറക്കാനാവാത്ത ഇത്തരം അനുഭവങ്ങൾ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന CK വത്സൻ തന്റെ സേവന സന്നദ്ധതയാണ് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തുന്നത്. 2021 നിപ ബാധിച്ച് മരിച്ച 12 വയസ്സുള്ള കുട്ടിയുടെ ബോഡി സംസ്കരിക്കുന്നതിന് ഫോൺ കോൾ വരികയും ഉടനെ ഞങ്ങളുടെ സെയിം സ്ക്വാഡ് തന്നെയാണ് നിപ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ബോഡി
സംസ്കരിക്കുന്നതിനായിട്ട് ഇറങ്ങത്തിരിക്കുന്നത്. പിന്നീട് പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് ക്ലീൻ സിറ്റി മാനേജറായിട്ട് ജോലിയിലെത്തുകയും എല്ലാ മേഖലയും ഇടപെടുകയും അതിനിടയിലാണ് മലപ്പുറം ജില്ലയിലെ നിപ്പ ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ജോലി നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഫോൺ മുഖേന അറിയിച്ചതിനെ തുടർന്ന് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. വടകര മണിയൂർ ചെറിയ കടവത്ത് വീട്ടിൽ കർഷകനായ CK ബാലന്റെയും CK ജാനുവിന്റെയും 3 മക്കളിൽ രണ്ടാമനായ CK വത്സൻ പെരിന്തൽമണ്ണ നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ എന്ന നിലയിൽ കർമ്മനിരതനാണ്. ഈ സേവന മാതൃകയ്ക്കിരിക്കട്ടെ നാടിന്റെ ബിഗ് സല്യൂട്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.